മുതിർന്ന കോൺഗ്രസ് നേതാവും ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രിയുമായ ഭൂപേഷ് ബാഗൽ മത്സരിക്കുന്നതിലൂടെ ശ്രദ്ധേയമാകുന്ന മണ്ഡലമാണ് രാജ്നന്ദഗഡ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയെങ്കിലും ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചുവരാൻ സാധിക്കുമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. രാജ്നന്ദഗഡ് മണ്ഡലത്തിൽ ഇത്തവണ നടക്കുന്നത് കനത്ത പോരാട്ടമാണ്. BJPയുടെ കുത്തക സീറ്റായ ഈ മണ്ഡലം ഇത്തവണ തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ്. ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ഭൂപേഷ് ബാഗേൽ എത്തുന്നതോടെ ഈ മണ്ഡലം ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്നു. കഴിഞ്ഞ 4 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിന് കൈവിട്ടുപോയ ഈ മണ്ഡലം ഇത്തവണ തിരിച്ചുപിടിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. എന്നാൽ സിറ്റിംഗ് സീറ്റ് നിലനിർത്താനുള്ള ശ്രമമാണ് BJP നടത്തുന്നത്. അതിനായി സിറ്റിംഗ് MP-യായ സന്തോഷ് പാണ്ഡെ തന്നെയാണ് BJP രംഗത്തിറക്കിയിരിക്കുന്നത്. 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ തോൽവിക്ക് പ്രധാന കാരണമായി കണക്കാക്കുന്നത് ആദിവാസി മേഖലയിൽ നിന്നുണ്ടായ പ്രതിഷേധമാണ്. വികസനം ആദിവാസി മേഖലയിൽ എത്തിയില്ല എന്ന പൊതുവികാരം സംസ്ഥാനത്ത് BJP വൻതോതിൽ പ്രചരിപ്പിച്ചു. കൂടാതെ മദ്യം, ഖനനം, PSC തുടങ്ങിയ അഴിമതി ആരോപണങ്ങളും കോൺഗ്രസിനെ തളർത്തി. ഇതിന്റെ പ്രതിഫലനം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രകടമാകാതിരിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. 6 വർഷത്തിനു ശേഷമാണ് ഭൂപേഷ് ബാഗേൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സജീവമായി എത്തുന്നത്. 6 തവണ MLA ആയ ഭൂപേഷ് 2004 ദുർഗ സീറ്റിൽ നിന്നും റായ്പൂർ സീറ്റിൽ നിന്നും മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. 11-ൽ 9 സീറ്റുകളും ഇതുവരെ നഷ്ടമായിട്ടില്ല എന്ന ആത്മവിശ്വാസം BJPക്കുമുണ്ട്. എന്നാൽ ഇന്ത്യ മുന്നണിയുടെ പിന്തുണ സംസ്ഥാനത്ത് നില മെച്ചപ്പെടുത്താനാകുമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. ഇലക്ഷൻ ഡെസ്ക്, കൈരളി.